ഞാൻ പഠിച്ച ശാസ്ത്ര സ്കൂളിനെ പറ്റി പല ഓർമ്മകളും എനിക്ക് വരുന്നുണ്ട്. അതിൽ പ്രധാനമായത് 1-ാം ക്ലാസ്സിൽ ഞാൻ ചേർന്നപ്പോൾ, അത് 1934-35 ഓർമ്മ. അന്ന് എനിക്ക് വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് നടക്കാൻ വയ്യ, ഒരു ചെറിയ കുട്ടിയായിരുന്നു. അപ്പോൾ ആദ്യ ദിവസങ്ങളെല്ലാം എന്നെ വീട്ടിലത്തെ ഒരു പണിക്കാരൻ ചുമലിൽ വെച്ചിട്ടാണ് കൊണ്ടുപോയിരുന്നത് സ്കൂളിലേക്ക്. പിന്നെ ഒറ്റയ്ക്ക് നടക്കാൻ തുടങ്ങി. എൻ്റെ കൂടെ എൻ്റെ ഒരു ജ്യേഷ്ഠൻ കരുണാകരനും, എൻ്റെ ഒരു ജ്യേഷ്ഠത്തി പാറക്കുട്ടി, അവർ നിങ്ങൾ മൂന്നാളും ഒന്നിച്ചാൽ പോവുക സ്കൂളിലേക്ക്. നടന്നിട്ട് ഉച്ചഭക്ഷണം വീട്ടിൽ നിന്ന് കൊടുത്തയക്കും. സ്കൂളിൻ്റെ അടുത്തുള്ള ഒരു ഒടുവിൽ വീടുണ്ടായിരുന്നു, അവരുടെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു ഭക്ഷണം കഴിക്കുക, ഉച്ചത്തെ ഭക്ഷണം. സ്കൂളിനെ പറ്റി ആദ്യമൊക്കെ എനിക്ക് വളരെ യാതൊരു ഉത്സാഹം ഉണ്ടായിരുന്നില്ല. വളരെ നിർബന്ധിച്ച് അച്ഛൻ നിർബന്ധിച്ച് ഞാൻ പോയിരുന്നു, ഉത്സാഹത്തോട് പോയിരുന്നില്ല. അന്നത്തെ ഹെഡ് മാസ്റ്റർ എൻ്റെ ഓർമ്മയിൽ ബഹുമാനപ്പെട്ട പത്മനാഭ അയ്യർ എന്നാണ് ഓർമ്മ. പിന്നെ എൻ്റെ ക്ലാസ് ടീച്ചർ ആയിരുന്ന ഒരു നമ്പ്യാർ മാഷായിരുന്നു. അദ്ദേഹത്തിനോട് വലിയൊരു കടമയുണ്ട്, പല കടമകളും. എൻ്റെ സ്വഭാവങ്ങളും കാര്യമായിട്ട് അതിന് തുടക്കം വെച്ച അദ്ദേഹമാണ്. അദ്ദേഹം ഞങ്ങൾക്ക് ആദ്യം പല്ലെങ്ങനെ തേക്കേണ്ടത്, ഒരു മുതിർന്ന ഒരാളെ കണ്ട് എങ്ങനെ ബഹുമാനിക്കേണ്ടത്, മാസ്റ്റർമാരെ കണ്ട എന്താ ചെയ്യേണ്ടത്, ഒരു റോഡ് എങ്ങനെ ക്രോസ് ചെയ്യുക, ഇങ്ങനെ ചെറിയ ചെറിയ പ്രാഥമികമായ വളരെ പ്രധാനപ്പെട്ട ഇതെല്ലാം അദ്ദേഹം പഠിപ്പിച്ചത്. അദ്ദേഹം വളരെ വലിയ ശുദ്ധിക്കാരൊന്നും ആയിരുന്നില്ല, പക്ഷെ വളരെ ശ്രദ്ധ വെച്ചിരുന്നു കുട്ടികളുടെ പഠിപ്പിൽ. അത് ഒരു കാര്യം എനിക്ക് ഓർമ്മയുള്ളത്, അന്ന് പൊന്നാനി താലൂക്കിനെ പറ്റി പഠിപ്പിക്കണം. പൊന്നാനി താലൂക്കിന്റെ പടവില്ല, അത് സ്വന്തം കൈ കൊണ്ട് വലിയൊരു ഷീറ്റിൽ പൊന്നാനി താലൂക്ക് സ്വന്തം പടം ഉണ്ടാക്കി, എങ്ങനെയാണ് ഭാരതപ്പുഴ പോകുന്നത്, എങ്ങനെയാണ് റെയിൽവേ ലൈൻ പോകുന്നത്, ഏതൊക്കെ റെയിൽവേ സ്റ്റേഷൻസ്, ഇങ്ങനെയുള്ള പ്രധാനമൊക്കെ കുട്ടികളെ പഠിപ്പിക്കും. അതൊക്കെ എപ്പോഴും ആ ഓർമ്മകൾ എപ്പോഴും ഉണ്ട്. പിന്നെ ഒരു മാസത്തിലായിരുന്നു ഷാരോടി ഭാഷ എന്നുവെച്ചാൽ അതെപ്പോഴും ഷാരത്ത് ഭാഷയാണ്. അത് അന്നേ എല്ലാവർക്കും വലിയ ബഹുമാനപ്പെട്ട ഒരു ഭാഷയായിരുന്നു. അദ്ദേഹത്തെ പറ്റി ഒരു കാര്യം എനിക്ക് വല്ലാത്ത ഓർമ്മയുള്ളത്, എനിക്ക് ക്ലാസ്സിൽ വരുമ്പോൾ ഒരു നെല്ലിക്കയും കൊണ്ടാണ് വരിക, ഒരു കത്തിയും കയ്യിലുണ്ടാവും. ഇടയ്ക്ക് നെല്ലിക്ക മുറിച്ചിട്ട് ഒരു കഷ്ണമായിരിക്കും. എന്തിനാണെന്ന് അറിയില്ല, അത് ഇതിന് വേണ്ടിയിട്ടായിരിക്കാം, ആരോഗ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും. അത് നല്ലൊരു ഓർമ്മ. അന്നൊക്കെ പണിഷ്മെന്റ് എന്ന് പറയുന്നത് കാര്യമായിട്ട് ബെഞ്ചിന് കയറ്റി നിർത്തുക, അതാണ് പണിഷ്മെന്റ്. അതൊന്നുമില്ല, അടിക്കലൊന്നുമില്ല. പിന്നെ ഒരു മാഷെ പറ്റിയുള്ളത് വർഗീസ് മാഷാണ്. അദ്ദേഹം ഞാൻ സ്കൂളിൽ വിട്ടിട്ട് മെലക്കിടയ്ക്ക് എൻ്റെ വീട്ടിൽ വന്നിരുന്നു. അദ്ദേഹം തോന്നണിക്ക് കുന്നമ്പുഴ സ്ഥലത്ത് അവിടെ താമസിച്ചിട്ട് സൈക്കിളെടുത്ത് ഞങ്ങളുടെ വീട്ടിൽ വരും. കാരണം എൻ്റെ ഏട്ടന്മാരെ എല്ലാം പഠിപ്പിക്കേണ്ടത് എല്ലാവരും അറിയാം. എൻ്റെ കൂടെ പഠിക്കുന്ന സഹോദരിയായുള്ള പാറുകുട്ടി ഇല്ല. അവര് 17-ാമത്തെ വയസ്സിൽ ന്യൂമോണിയ പിടിച്ചിട്ടാണ് മരിച്ചപ്പോൾ. ഞങ്ങൾ കൊയിലാട്ടപ്പള്ളിയ ഒരു പ്രധാനപ്പെട്ട സംഭവം ഉണ്ടായത്, എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാനും എൻ്റെ പെങ്ങളും കൂടി സ്കൂളിലേക്ക് പോകുമ്പോൾ എൻ്റെ ബുക്കൊക്കെ അവരെ പിടിക്കുക. ഞാൻ പെങ്ങളുടെ പിന്നാലെ പാവാടിയും പിടിച്ചോടെ നടക്കുക. അവിടെ സ്കൂൾ കുട്ടികൾ ആ റോഡിൽ ഹോക്കി കളിക്കും. ആ ഹോക്കി കളിക്കാനുള്ള ഹോക്കി സ്റ്റിക്കൊക്കെ മരം കൊണ്ട് കുത്തിണ്ടാക്കിയതാണ്. കാര്യമായിട്ട് ഇതുണ്ടല്ലോ, പന്ത് ഈ മുളയുടെ കമ്പിന്റെ അതുകൊണ്ട് പന്തിട്ടൊക്കെ ചെയ്യുക. അങ്ങനെ വളഞ്ഞൊരു മുളയുടെ ഇതുകൊണ്ടാണ് അവരെല്ലാം കളിക്കുക. ഒരു ഓർഗനൈസ് ആയിട്ടുള്ള കഴിയുന്നതല്ല. അത്രയും ഉത്സാഹത്തോടുകൂടി ക്ലാസ്സിൽ ബെല്ലടിക്കുന്നവരെ കളിക്കും. അത് കഴിഞ്ഞാൽ ഊണ് സമയത്ത് കളിക്കും. പിന്നെ വൈകുന്നേരം കളിക്കുന്നതിന് വേഗം ഓടിപ്പോയുള്ളൂ വീട്ടിലേക്ക്. കാലത്തെ കളി അങ്ങനെ വരുമ്പോൾ ഞാൻ വളരെ ചെറിയ കുട്ടിയാണ്. അവർ കളിക്കുന്ന സമയത്ത് ആരോ ഒരു ബെല്ലൊക്കെ
ബോൾ അടിച്ചപ്പോൾ എന്നെ പെങ്ങളും മാറിയിരുന്നു. ആ ബോൾ എങ്ങനെ നെറ്റിക്ക് വന്ന് അടിച്ചു. ഞാൻ മോക്കട്ട് പോകും, ആ റോഡിൽ വീഴും. മാഷുമാരൊക്കെ വന്ന് എല്ലാവരും കൊണ്ട് എന്നെ എക്സ് കൊണ്ടുപോയി. അതിന് പാടില്ല, പൊട്ടപ്പെട്ടത് പാടില്ല കുറെ കാലം നെറ്റിൽ. എന്നിട്ട് ആദ്യമായിട്ട് ഞാൻ കണ്ടത് ഹെഡ് മാസ്റ്റർ ഈ പഠിച്ച കുട്ടികളെ എല്ലാവരും വിളിച്ച് എല്ലാവരും 4 കയ്യിൽ വെച്ച് കൊടുത്ത് എനിക്ക് ഓർമ്മയുണ്ട്. അത് എത്രയേ ഉള്ളൂ. പിന്നെ ഒരു വലിയൊരു ഓർമ്മയുള്ളത്, സ്കൂളിൽ അന്നൊക്കെ ആനുവൽ ഡേക്ക് വളരെ ഗംഭീരമായിട്ട് ആനുവൽ ഡേ എല്ലാം നടത്തുക. വലിയ ഘോഷയാത്രയും കൊടിയും ഒക്കെ ഉണ്ടാവും, പിന്നെ ഡ്രാമ ഉണ്ടാവും, പല കാര്യങ്ങളും ഉണ്ടാവും. അതിൽ എൻ്റെ അച്ഛനും വരും. അച്ഛൻ്റെ മടിയിൽ നിന്നിട്ട് അതെല്ലാം കാണാം. വേറെ വൈകുന്നേരം അതുകൊണ്ട് അച്ഛൻ്റെ മടിയിൽ നിന്നിട്ടാണ് ഇത് കാണുക, ഡ്രാമ കാണുക. അപ്പം അന്ന് പോയി കാണാനുള്ള പ്രത്യേക കാരണം, എൻ്റെ ജ്യേഷ്ഠൻ ഗോവിന്ദൻ ഉണ്ടായിരുന്നു അവിടെ. അദ്ദേഹം 7ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ പഠിച്ചിട്ട് അദ്ദേഹം പോലീസ് ഇൻസ്പെക്ടറായിട്ട് അതിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അത് കാണാനാണ് പോയത്. ആ ഡ്രാമയില് ഏട്ടൻ ആർക്കോടെ കള്ളനെ പിടിച്ചിട്ട് അടിക്കല്ല, ആ ശബ്ദം ഉണ്ടാക്കാൻ വേണ്ടി പോലീസ് നിലത്തടിക്കുക ചെയ്തത്. ഇത് കണ്ട് എനിക്ക് കരച്ചിലോട് കരച്ചത്. അച്ഛൻ്റെ മടിയിലിട്ട് എല്ലാവരും ഇതാക്കിയിട്ട് അങ്ങനെ സംഭവിച്ച എൻ്റെ ഓർമ്മയുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അന്ന് 4ാം ക്ലാസ്സിന് പെട്ടെന്ന് വിട്ടുപോലെ ചെയ്ത് അറിയില്ല, സ്കൂൾ വിട്ടുപോകുന്ന അറിയില്ല. അന്നൊക്കെ ചില ക്ലാസ്സിലൊന്നും ബെഞ്ചസില്ല, നിലത്തായിരിക്കുക, പായയുടെ നിലത്ത്. ചില ക്ലാസ്സിൽ പലകയാണ് നിലത്ത്. ബെഞ്ചുള്ള ക്ലാസ്സിൽ വളരെ കുറവാണ്. 3ാം ക്ലാസ്സും 4ാം ക്ലാസ്സിലെ ബെഞ്ചുള്ളൂ, മറ്റൊക്കെ നിലത്തായിരിക്കുക. ഞങ്ങളെല്ലാം ഒരു കുഴപ്പമില്ല. അന്ന് ഭക്ഷണമൊന്നും കിട്ടില്ല. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ഭക്ഷണം വീട്ടിൽ നിന്ന് കൊണ്ടുവച്ച 3 ആൾക്കുള്ള ഭക്ഷണം വീട്ടിൽ നിന്ന് കൊടുത്തയച്ചും ഒഴിവിൽ പറഞ്ഞ വീട്ടിലെ വീട്ടിപ്പോഴും ഉണ്ട് അവിടെ. അവരും പൂമുഖത്തില്ല കഴിക്കുക. ആ വീട്ടുകാർ നല്ല രസം ഞങ്ങൾ കഴിക്കുന്ന നോക്കിയിരിക്കാൻ. ഇതൊക്കെയാണ് സ്കൂളായിട്ടുള്ള വലിയൊരു ബന്ധം, അതിനെ പറ്റിയുള്ള ഓർമ്മകളായിരിക്കുള്ളത്. വാല്യൂസ്, ഇപ്പോഴത്തെ കുട്ടികളിൽ വാല്യൂസ് വളർത്തിയെടുക്കാൻ എന്തെങ്കിലും ചെയ്യാൻ, ഇത് വാല്യൂ വളർത്തിയെടുക്കുന്നത് കാര്യമായിട്ട് വീട്ടിൽ നിന്നാണ്, പിന്നെ സ്കൂളിൽ നിന്ന്. കാര്യമായിട്ട് അത് വീട്ടിൽ നിന്നാണ് വേണ്ടത്. മാതാപിതാക്കന്മാരും മുതിർന്നവരും വാല്യൂസ് വളർത്തിയെടുക്കാൻ. സ്കൂളിൽ നിന്നും തീർച്ചയായിട്ടും വേണം. സ്കൂളിൽ പല കഥകളും പറഞ്ഞിട്ടാണ് ഈ വാല്യൂ വളർത്തി കൊടുക്കുക. വീട്ടിലാണെങ്കിൽ അതാത് സമയത്ത് അവർക്ക് പറഞ്ഞു കൊടുക്കലും വല്ല തെറ്റ് ചെയ്യാനുള്ള ശിക്ഷ കൊടുത്തിട്ടും അങ്ങനെയാണ് വീട്ടിൽ നടക്കുക. എന്നൊക്കെ വീട്ടില് അച്ഛനമ്മമാര് നല്ല ശിക്ഷ കൊടുത്തിരുന്നു കുട്ടികൾക്ക്. സ്കൂളിന് ശിക്ഷ കിട്ടും. ഇപ്പൊ ചെയ്യാന്ന് ഒത്തിരില്ലോ. നല്ല ശിക്ഷ ചെയ്തിട്ട് കൂടുതൽ പൈസ കൊടുക്കുകയില്ല, കൊണ്ടുപോയി. ഇതന്നെ വേണം. പിന്നെ വാല്യൂ പഠിച്ചെടുക്കുന്നത് നമ്മുടെ മുതിർന്ന ആൾക്കാരിൽ നിന്നാണ്. വാല്യൂസ് പഠിച്ചെടുക്കുക, അവരെങ്ങനെ ബിഹേവ് ചെയ്യണം, അവരിൽ നിന്ന് പിടിച്ചെടുക്കുക. അത് വീട്ടിൽ നിന്നാണ് കാര്യമായിട്ട് എടുക്കേണ്ടത്. 80% വീട്ടിൽ നിന്നാണ് വേണ്ടത്, 20% സ്കൂളിൽ നിന്ന് കിട്ടുള്ളൂ. LP സ്കൂളിന് ശേഷം സാറിന്റെ വിദ്യാഭ്യാസത്തെ പറ്റി ചുരുക്കിയിട്ട് ഞാൻ 4ാം ക്ലാസ് 5ാം ക്ലാസ്സില് പിന്നെ എൻ്റെ അച്ഛന് വലിയ നിർബന്ധമായിരുന്നു കുട്ടികളൊക്കെ നല്ല പഠിക്കണം. അച്ഛനൊന്ന് മെട്രിക് ഫെയിലിയറായ, മെട്രിക് വരെ പഠിച്ചിട്ടുണ്ട് അച്ഛൻ. ആ കാലത്ത് മെട്രിക് പോലുണ്ടെങ്കിൽ വലിയ പഠിപ്പാണ്. അദ്ദേഹത്തിന് വലിയ നിർബന്ധമായിരുന്നു കുട്ടികളൊക്കെ നല്ല പഠിക്കണം. അപ്പോ അച്ഛനും വിചാരിച്ചു ഇവിടെ പഠിപ്പ് കഴിഞ്ഞാൽ പിന്നെ എവിടേക്കാണ് പോവുക. അന്ന് കുമ്മനൂർ സ്കൂളിലേക്ക് വരണം. ക്ലാസ്സിൽ നിന്ന് വല്ല എൻ്റെ ഏട്ടന്മാരെ കുമ്മനൂർ സ്കൂളിലാണ് പഠിച്ചിട്ടുണ്ട് അവരും. അത് വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് വീട്ടിൽ നിന്ന് കുമ്മനൂർ ദിവസം ഒന്നും പോകാൻ നോക്കിയില്ല. അവിടെ ഒരു വീട്ടിൽ നിർത്തിയിട്ടാണ് പഠിക്കണം. അന്ന് ഹോസ്റ്റലൊന്നും ഇല്ല, ഏതോ ഒരു വീട്ടിൽ വെച്ചിട്ടാണ് പഠിച്ചിരുന്നത്. ആ വീട്ടിന്റെ പേര് ഇപ്പം എനിക്ക് ഓർമ്മയുണ്ട്. തലശ്ശേരി. ആ തലശ്ശേരി കുടുംബത്തിലാണ് എൻ്റെ ഏട്ടന്മാരൊക്കെ നിന്ന് പഠിച്ചു. എനിക്കവിടെ പോകേണ്ടി വന്നില്ല. ഞാൻ എൻ്റെ മൂത്ത ജ്യേഷ്ഠത്തി അമ്മൂട്ടിയമ്മ എന്ന് പറയും, അവരുടെ കൂടെ നിന്ന് പഠിച്ചിരിക്കണം.
അവരുടെ മക്കളും ഞങ്ങളും മൂന്നാലാൾക്ക് അച്ഛൻ എൻ്റെ അമ്മയുടെ മക്കളും ഞങ്ങളുടെ 7-8 കുട്ടികളാണ് വീട്ടിൽ അത് പഠിക്കാൻ കൊയിലാണ്ടി സ്കൂളിൽ. അവിടെ വെച്ചിട്ടാണ് എനിക്ക് വലിയൊരു ഉപകാരം ഉണ്ടായിരുന്നു വെച്ചാൽ, ശാസ്ത്ര സ്കൂളിൽ പോയി കൊയിലാണ്ടി സ്കൂളിൽ ഹൈസ്കൂളിൽ ചേർന്നപ്പോൾ എൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് സംസ്കൃതമാക്കി. ഞാനറിയാതെ എൻ്റെ ബ്രദറിനുണ്ടായിരുന്ന ഒരു നാരായണ മേനോൻ ഉണ്ടായിരുന്നു. അദ്ദേഹം സംസ്കൃതം പേരിട്ട് എനിക്ക് കൊണ്ടുപോകാൻ. അതിപ്പോഴാണ് ലുക്കിംഗ് ബാക്ക് എത്രയോ വലിയൊരു സമ്പത്തായി എനിക്ക് തോന്നുന്നത്. സംസ്കൃതം പഠിച്ചത് വലിയൊരു സമ്പത്തായി തോന്നുന്നത്. 5ാം ക്ലാസ് വരെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല എനിക്ക്. ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ വന്നപ്പോൾ എനിക്ക് ചില സൂക്കേട് വന്നു. ചൊറി മേലൊക്കെ. എനിക്കും എൻ്റെ അടുത്ത ജ്യേഷ്ഠനും കരുണാകരനും ചൊറി വന്നു. പിന്നെ അത് കാരണം 3 മാസം സ്കൂളിൽ പോകാൻ പറ്റിയില്ല. 3 മാസം. അപ്പോൾ പഠിപ്പൊക്കെ വളരെ മോശമായി. എങ്ങനെയോ ഫസ്റ്റ് 5ാം ക്ലാസ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പാസ്സാക്കി വിട്ടെന്തോ. പിന്നെ വേറെ ഒരു ഇതുണ്ടായി. ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്താണ് എൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ പാറുകുട്ടി അവർക്ക് ന്യൂമോണിയ വന്നത്, വീട്ടിൽ വെച്ച് മരിച്ചു. അത് വലിയൊരു ഇതായി വീട്ടിലേക്ക്. മറ്റേ ഞങ്ങൾക്ക് പെൺകുട്ടികൾക്കാണല്ലോ വേണ്ടത്. തറവാട്ടിലൊക്കെ പെൺകുട്ടികളല്ലേ വേണ്ടത്. ഇത് 2ാമത്തെ പെൺകുട്ടിയാണ്. ഞങ്ങൾ 7 ആൺകുട്ടികളും 2 പെൺകുട്ടികൾ, ഒരു പെൺകുട്ടിയും പോയി. അപ്പോൾ ഞങ്ങൾ 7 ആൺകുട്ടികളും ഒരു പെൺകുട്ടി മാത്രമായി വീട്ടിൽ. അമ്മയ്ക്കൊക്കെ വലിയൊരു വിഷമായിരുന്നു ആ സമയത്ത്. അത് കാരണം വളരെ മോശമായി പഠിപ്പൊക്കെ. എന്നിട്ട് ഹാഫ് ഇയർലി എക്സാമിനേഷൻ എല്ലാ സബ്ജക്റ്റിലും ഞാൻ ഫെയിൽ ചെയ്തു. ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ടും ഈ ബുദ്ധിമുട്ടെടുക്കുന്നത്. എൻ്റെ ടീച്ചർ അന്ന്, അദ്ദേഹത്തിൻ്റെ പേര് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ടീച്ചർ, ഫസ്റ്റ് ഫോം ടീച്ചർ, അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ ബ്രദറിനോ നാരായണനോട് കുറച്ച് കംപ്ലൈൻറ്റ് ചെയ്തു. ഈ കുട്ടി നല്ല പഠിച്ചിരുന്നു 5ാം ക്ലാസ് വരെയൊക്കെ, തീരെ പഠിക്കില്ല, ഒരു ശ്രദ്ധയില്ല പറഞ്ഞിട്ട് നാരായണമേനോ ഞങ്ങളെ ചോദിക്കാൻ അടിക്കില്ല, ചീത്ത പറയും. സ്വന്തം മക്കളെ അടിക്കും, പക്ഷെ ഞങ്ങളെ സ്വന്തം മക്കളെ ഞങ്ങളെ അടിക്കില്ല. അതാണ് പറഞ്ഞത്, അതാണ് ചീത്ത പറഞ്ഞത് ഞങ്ങളെ പഠിക്കാനായിട്ട്. അത് വലിയൊരു ശാസ്ത്രയായി വന്നിട്ട്. അപ്പോഴേക്കും വെക്കേഷൻ ഫൈനൽ ഇയർ കഴിയുന്ന സമയം എഴുതിയിരിക്കുക. ഈ വന്ന മാഷ് പേര് ചെന്ന ഉപദേശം വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ്. അദ്ദേഹം പറഞ്ഞു, ഈ കുട്ടിക്കൊന്നും പല ക്ലാസ് മിസ് കൊണ്ടൊന്നും അറിയാത്തത്, അതുകൊണ്ട് ഇതെല്ലാം ഈ വെക്കേഷനിൽ ഈ കുട്ടി ആദ്യം ചെയ്ത് പഠിക്കണം, അതിനുള്ള ഏർപ്പാട് ചെയ്യണം. അപ്പോൾ നാരായണനെ കൊണ്ട് എന്ത് ഏർപ്പാട്? അന്ന് ട്യൂഷൻ മാസ്റ്ററൊന്നും അങ്ങനത്തെ ഏർപ്പാടേ ഇല്ല. അപ്പൊ എന്നോട് പറഞ്ഞു, എല്ലാ പുസ്തകവും കൊണ്ടുപോകും, ഈ 2 മാസം എല്ലാം കംപ്ലീറ്റ് ആയിട്ട് റിവൈസ് ചെയ്യണം, സ്വന്തം ഇരുന്നിട്ട്. വളരെ സംശയം ഉണ്ടെങ്കിൽ ഏട്ടന്മാരോട് ചോദിക്കുക. അതിന് വളരെ നിർബന്ധമാക്കി. അത് കാരണം ഈ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് എനിക്ക് മച്ച് മോർ ദാൻ വാട്ട് ഈസ് റിക്വയർഡ് ആ പഠിപ്പ് വന്നു കഴിഞ്ഞു. സെക്കൻഡ് ഫോംസിൽ ഞാൻ മിഷണറി സ്കൂൾ പാലക്കാട് പോയി വന്നപ്പോൾ അവിടെ TN ശേഷനാണ് അന്നത്തെ എൻ്റെ സഹപാഠി. TN ശേഷനെ പറ്റി പറയാം. ആ സ്കൂളില് അദ്ദേഹം ആദ്യമൊക്കെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിനൊക്കെ അന്ന് ഇതിലുള്ള ക്ലാസ്സുകളൊന്നുമില്ല. ആദ്യം 1ാം ക്ലാസ്, അതിന് താഴെ ഒരു ക്ലാസ്സൊന്നുമില്ല, വീട്ടിൽ നിന്ന് പഠിക്കണം. അദ്ദേഹം ആ സ്കൂളിൽ ചേർന്ന് നമുക്ക് ഏതോ എന്നെ ഫസ്റ്റാണ്. ഞാൻ അവിടെ ചേർന്ന് സെക്കൻഡ് ഫോമിലാണ് ചേർന്നത്. സെക്കൻഡ് ഫോമിൽ അന്നും വെക്കേഷൻ നാട്ടിലേക്ക് വരികയാണ്. സെക്കൻഡ് ഫോമിൽ ഞങ്ങളുടെ ടീച്ചർ മാറി, ഒരു മഹാദേവൻ ആയിരുന്നു മാസ്റ്റർ. ഹാഫ് ഇയർ എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് അദ്ദേഹം ആദ്യം വന്നിട്ട് ആരാവിടെ ശ്രീധരൻ കുട്ടി. അപ്പൊ ഞാൻ വന്നില്ല, വീട്ടിൽ പോയി മടങ്ങിയെത്തിയില്ല. അപ്പത്തിന്റെ സെക്കൻഡ് പഠിപ്പ് കഴിഞ്ഞിട്ട് പരീക്ഷ കഴിഞ്ഞിട്ട് ആദ്യ സ്കൂൾ തുറന്ന ദിവസം ഞാൻ എത്തിയില്ല. ആരെയും കുട്ടി. അപ്പൊ അവിടെ ഇങ്ങനെ കുട്ടിയുണ്ട്, വീട്ടിൽ വന്നിട്ടില്ല. ഈ കുട്ടിയാണല്ലോ ഫസ്റ്റ്. സെക്കൻഡ് സ്റ്റാൻഡേർഡാണ്. നോക്കൂ, ആ 2 മാസത്തെ പഠിപ്പ് കാരണം സെക്കൻഡ് ഫോമിൽ ഫസ്റ്റ്.
ബീറ്റിംഗ് സ്റ്റേഷൻ ബീറ്റ് ചെയ്തിട്ട് അതിനുശേഷം എല്ലാ കൊല്ലവും ഞാനാണ് ഫസ്റ്റ്. തേർഡ് ഫോം, ഫോർത്ത് ഫോം, ഫിഫ്ത് ഫോം ഞാൻ ഫസ്റ്റ്, സെക്കൻഡ്, സ്റ്റേഷൻ സെക്കൻഡ്, എപ്പോഴും ഒരേ റൂട്ടീൻ എല്ലാ SSC വന്നപ്പോൾ സ്റ്റേഷൻ ഫസ്റ്റായി, ഞാൻ സെക്കൻഡ്, ഒരു മാർക്കിന്. അന്ന് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് മാർക്ക് 451, 452, 600. ടോട്ടൽ മാർക്ക് 600. അന്ന് ടോട്ടൽ മാർക്ക് 450 കിട്ടും മാക്സിമം. അപ്പോൾ അങ്ങനെയല്ലോ. ഇപ്പൊ 99.9% മാർക്കോളൊക്കെ അതൊന്നും അങ്ങനെയല്ല. അദ്ദേഹം ഫസ്റ്റ് വന്നു, ഞാൻ സെക്കൻഡ്. നിങ്ങളുടെ ബന്ധം അങ്ങനെയാണ്. ഇന്റർമീഡിയറ്റ് ഞങ്ങളൊപ്പം പഠിച്ചത്. പിന്നെ ജോലി ചേർന്നപ്പോൾ പലപ്പോഴും ഞങ്ങൾ തമ്മിൽ സ്നേഹിച്ച് പഠിച്ച ആൾക്കാരാണ്. വിക്ടോറിയയിൽ പഠിച്ചു, ഇന്റർമീഡിയറ്റ് പഠിച്ച് വിക്ടോറിയയിലാണ്. അതിനുശേഷം അന്ന് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് സെലക്ഷൻ മാർക്ക് നോക്കിയിട്ട. അന്ന് എന്നെ ശേഷം മാർക്സിലെ സെലക്ട് ചെയ്യുള്ളൂ ആ കോളേജിൽ നിന്ന്. ശേഷം പറഞ്ഞു എനിക്ക് എങ്ങനെയും വേണ്ട, IAS പറഞ്ഞു. ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി. ആ സമയത്ത് ആദ്യമായി പൊന്നാനിക്ക് ഞാൻ വരുന്നത് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങിക്കും. അന്നൊക്കെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആണ് എഞ്ചിനീയറിംഗ് കോളേജ് ചേർന്നത്. അപ്പോൾ എൻ്റെ അച്ഛൻ നല്ല സ്വാധീനം ഉണ്ടായിരുന്നല്ലോ. അച്ഛൻ അവിടുത്തെ അധികാരിയെ വിളിച്ചിട്ട് അധികാരിയോട് എന്നെയും കൊണ്ടുവരാൻ പറഞ്ഞു. തഹസിൽദാർക്ക് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഇടാൻ. എന്നാൽ അച്ഛന്മാരുടെ അധികാരി സഹയില്ല, അപ്പം കിട്ടുള്ളൂ, പ്രശ്നമായില്ല. അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ നായരോ അധികാരിയായിരുന്നു. അദ്ദേഹത്തിന് അതാണ് എന്നെ കൊണ്ടുവന്ന് സർട്ടിഫിക്കറ്റ് മേടിച്ച് കൊണ്ടുപോയത്. അങ്ങനെ അവിടെ പോയിട്ടാണ്. ശേഷം IAS പോയി. ഫസ്റ്റ് അറ്റംപ്റ്റ് കിട്ടിയില്ല. IPS കിട്ടി പോപ്പെടുക്കുക. അത് എടുത്തില്ല മുകളിൽ 2ാം നോക്കുമ്പോൾ. പിന്നെ സെക്കൻഡ് അറ്റംപ്റ്റ് പിന്നെയും പോയി. എന്നിട്ട് IAS കിട്ടി. റെയിൽവേയിൽ ഞാൻ ചേർന്നത് 17th December 1953. 17th December ഡേറ്റ് ഇപ്പോഴും ഓർമ്മ. നിങ്ങളൊന്നും ജനിച്ചിട്ടുണ്ടാവില്ല. ഈ പാമ്പൻ ബ്രിഡ്ജ് കൺസ്ട്രക്ഷൻ ഏത് വർഷമായിരുന്നു? അത് 1963 ഡിസംബറിലാണ് അത് പോയത്. ഡിസംബർ 23 വിവാഹം ഏത് കൊല്ലത്തിലായിരുന്നു? 1961 October 21. ഇതിനായിട്ട് പണ്ട് റിലേറ്റഡ് ആണ്? അല്ല, ഒരു ഇതും ഉണ്ടായിരുന്നില്ല. ഞങ്ങളിപ്പോ കറുപത്തൂര് പൊന്നാനിയല്ലേ. ഇദ്ദേഹം വലിയ ഡോക്ടറായിരുന്നു. പക്ഷെ അവിടേക്കൊന്നും വേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്കൊക്കെ തൃത്താലേ പോവാ. ഡോക്ടർ ഗോപാലനായിട്ട് അവിടേക്കാ പോവാ. അന്ന് അത് ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്. ഇവിടെയാണ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ. അന്നൊന്നും അങ്ങനെ പോവില്ല. വൈദ്യന്മാരുടെ അടുത്തേക്കല്ലേ പോകുള്ളൂ. ഡോക്ടർമാരുടെ അടുത്തേക്കും പോയി. ഈ ഇന്ത്യയുടെ ഈ പൊതുഗതാഗതത്തിന്റെ സംഭാവനയ്ക്കുണ്ട് സാറ് ചെയ്തത് മാത്രമായിട്ട് സംഭാവന. പൊതുഗതാഗതത്തിന്റെ ആധുനീകരണത്തിന് വേണ്ടിയിട്ട് സാർ ചെയ്ത സംഭാവന. അപ്പൊ അതില് സാറിന്റെ പ്രൊഫഷണൽ ജീവിതം എങ്ങനെയാണത്? എന്താണ് സാറിനെ പ്രേരിപ്പിച്ചത് ഈ ഒരു പ്രൊഫഷനായിട്ട് മുന്നോട്ട് പോകാനും അതിന്റെ സക്സസിന് വേണ്ടിയിട്ടുള്ള സാറിന്? ഞാൻ ഈ പ്രൊഫഷനിൽ പോകാനുള്ള കാരണം എന്റെ ഡിസിഷൻ അല്ല. എന്റെ ജ്യേഷ്ഠൻ, മൂത്ത ജ്യേഷ്ഠൻ ഇക്കമാനം എന്ന് പറഞ്ഞ കൃഷ്ണമാനം, അദ്ദേഹമാണ് ഈ അമ്പലം പണിയത്. അമ്പലം അദ്ദേഹമാണ് എന്റെ. കാരണം അപ്പോഴേക്കും എൻ്റെ അച്ഛൻ വെച്ചു. അച്ഛൻ വളരെ ചെറുപ്പത്തിൽ വെച്ചു. ഞാൻ ട്രെയിനിൽ ചേർന്ന് പറഞ്ഞാൽ വെച്ചു. അദ്ദേഹം അച്ഛൻ അപ്പോഴും വയ്യാണ്ടി ആയിട്ടുണ്ട്. അപ്പം ജ്യേഷ്ഠനാണ് എൻ്റെ സകല കാര്യം നോക്കി. ഇത് കഴിയുന്നവരെ ഇന്റർമീഡിയറ്റ് കഴിയുന്നവരെ സിസ്റ്ററുടെ കൂടെ. അത് കഴിഞ്ഞ് ഞാൻ കോളേജിൽ പോയിട്ട് എൻ്റെ ആദ്യത്തെ ജോലി കോഴിക്കോട് പോളിടെക്നിക്കിലാണ് പോയി. ലെക്ചറർ സിവിൽ എഞ്ചിനീയറിംഗ് ആദ്യത്തെ ജോലി. ആ ജോലി എല്ലാവർക്കും ആദ്യം പല ജോലികളും. അന്ന് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ഇല്ലല്ലോ, വളരെ കുട്ടികൾക്കല്ലേ. പാസ്സാവണതിന് മുമ്പ് തന്നെ ജോബ് ഓഫീസ് വരികയാണ്. കുറച്ചു കാലമായി. അപ്പോൾ ജ്യേഷ്ഠൻ പറഞ്ഞു, ഈ ഇന്ത്യൻ റെയിൽവേ സർവീസ് ഓഫ് എഞ്ചിനീയേഴ്സിന്റെ പരീക്ഷ UP
UPSC എക്സാം. അത് കഴിഞ്ഞവർ നീ സബ്ജക്റ്റിനോട് ടച്ചായിരിക്കും. അതുകൊണ്ട് ഫീൽഡ് ജോബിനൊന്നും പോകണ്ട. ഒന്നുകിൽ കോളേജിലോ പൊളിറ്റിക്കലോ പോയി ചെയ്തു പോകാനുണ്ട്. ഇതാണ് പൊളിറ്റിക്കൽ ചേർന്നത്. അദ്ദേഹം പറഞ്ഞ ചേർന്നത്. അവിടെ 6 മാസം ഉണ്ടായിരുന്നു. പരീക്ഷ എഴുതി വന്നോണ്ടാണ് റിസൈൻ ചെയ്തു. അങ്ങനെ ബോംബെക്ക് പോയി. അന്ന് ജേഷൻ ബോംബെയിലാണ്, മേനും ബോംബെയിലാണ്. അപ്പൊ അദ്ദേഹത്തിനെ കൂടെ പോയി താമസിച്ചിട്ട് അവിടെ ബോംബെ പോർട്ടേഴ്സ് ജോലി കിട്ടി. ഒരു കൊല്ലം അവിടെ. അപ്പോഴേക്കും ഈ UPSC റിസൾട്ട് വന്നു. സാധാരണ വഴി അലോട്ട്മെന്റ് കിട്ടി. പിന്നെ ഡിസംബർ ഞാൻ പറഞ്ഞില്ലേ 17 ഡിസംബർ 1953 ഇവിടെ വന്നു റെയിൽവേയിൽ. റെയിൽവേയിൽ ചെയ്തിട്ടും വളരെ പലർക്കും ജോലി. ഷൊർണൂർ അസിസ്റ്റന്റ് ഞാൻ ഷൊർണൂർ പലർക്കും അറിയില്ല. ശരി. കുറച്ച് കാലം ഉണ്ടായിരുന്നു ഷൊർണൂർ അസിസ്റ്റന്റ്. ഓരോരുത്തർ ഡിവിഷൻ എഞ്ചിനീയറായിരുന്നു 2 കൊല്ലം. ആ സമയത്ത് കല്യാണം ഉണ്ടായിരുന്നു. ഓരോരുത്തർ ഡിവിഷൻ 91, 93 ഓരോരുത്തരായിരുന്നു. 91 ഒക്ടോബർ 91 കല്യാണം ഉണ്ടായിരുന്നു. ഒക്ടോബർ 61 ഒക്ടോബർ 1961 അവിടെ വെച്ചത് ഇമ്പോഴത്തെ ഗ്രൗണ്ടിലും വരെ കല്യാണം. 4 മക്കള് അല്ലേ? 4 മക്കൾ. ഈ 3 പത്മ അവാർഡുകളും ഏതൊക്കെ വർഷങ്ങളിലായിരുന്നു? 2 കിട്ടിയോ? പത്മാവൻ 2. പത്മശ്രീ, പത്മശ്രീ 2002, 2002, പത്മവിഭൂഷൺ 2008. 2008. ജിതേഷ് ഇതൊന്നും മാറ്റി വയ്ക്കും. ഇതാണ് എനിക്ക് ഇതാണ് എനിക്ക് കിട്ടിയ ആദ്യത്തെ മെഡല് ഔദ്യോഗിക ജീവിതത്തില്. ഇത് 1965 കിട്ടിയതാണ്. ഇത് ഇത് പാമ്പൻ ബ്രിഡ്ജിന്റെ അതിന്റെ ഹിസ്റ്ററി ചുരുക്കത്തിൽ പറയുകയാണ്. പാമ്പൻ ബ്രിഡ്ജ് പറഞ്ഞാൽ 46 സ്പാൻസാണ്. 46 അന്നത്തെ സൈക്ലോണില് 126 ഒഴിച്ചു പോയി. 20 ബാക്കിയില്ലായിരുന്നു. അത് റിസ്റ്റോർ ചെയ്യാൻ വേണ്ടി എനിക്ക് 6 മാസം സമയത്താണ് റെയിൽവേ ബോർഡ്. സമയം എന്നെ എന്തുകൊണ്ടാണ് തെരഞ്ഞെടുത്തത് എനിക്കറിയില്ല. റെയിൽവേ ബോർഡ് എന്നെ തെരഞ്ഞെടുത്ത റിസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനത് 46 ദിവസം കഴിച്ചു. 6 മാസം സമയം എൻ്റെ ജനറൽ മാനേജർ വീശിക്കുന്ന രാമകൃഷ്ണന് വലിയ ഭക്തിയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു എനിക്ക് 6 മാസം വെയിറ്റ് ചെയ്യാൻ ഒത്തില്ല, അതിന് മുമ്പത്തെ എനിക്ക് എൻ്റെ അമ്മയെ കൊണ്ട് പോകണം, 3 മാസം കൊണ്ട് ചേട്ടൻ പറഞ്ഞു എന്നെ അയച്ചതാണ്. ഞാൻ 46 ദിവസം അതെ. അപ്പോ അതിന് കിട്ടിയതാണ്. അന്ന് റെയിൽവേ ഓഫീസേഴ്സിന് മെഡൽ കൊടുത്തില്ല, സ്റ്റാഫിനെ കൊടുക്കുള്ളൂ. എനിക്കാണ് ആദ്യമായിട്ട് അവര് ഒരു സ്പെഷ്യലായിട്ട് റെയിൽവേ മിനിസ്റ്റേഴ്സ് മെഡൽ തന്നിട്ടുണ്ട്. ഇതാണ് ആദ്യത്തെ മെഡൽ 1965. അന്നത്തെ റെയിൽവേ മിനിസ്റ്റർ SK പാട്ടീൽ എന്ന് പറഞ്ഞ ആളത്തെയായിരുന്നു. അദ്ദേഹം മെഡൽ തരുന്നതാണ്. അത് പഴയ ഫോട്ടോ ആണ്. അതെ, ഞാൻ മാറ്റാല്ലേ. ഇതാണ് പത്മശ്രീ 2002 കിട്ടിയ. 2002 അന്ന് എന്റെ കൂടെ മോഹൻലാലിന് കിട്ടി. ഞങ്ങൾ കേരളത്തിന് 2 പേർക്ക് കളിക്കുന്നത്. മോഹൻലാലിന് കപ്പ കിട്ടിയത്. ഇത് 2008 പത്മവിഭൂഷൺ. ഇപ്പൊ പത്മവിഭൂഷൺ
ഇത് 2009 ഫ്രഞ്ച് പ്രസിഡന്റ് ഷംലി ഷൗലി ആ അത് ശരിക്കും പറയും വളരെ സെലക്റ്റീവാണ് ഇന്റർനാഷണൽ. ഇത് 2013 മെട്രോപൊളിറ്റൻ കിട്ടിയതാണ്. 2013 ജാപ്പനീസ് ഇത് എംപറർ ഓഫ് ജപ്പാൻ. ശരി. ഇതിന് മെഡൽ ഓഫ് റൈസിംഗ് സൺ സിൽവർ ആൻഡ് ഗോൾഡ് എന്നാണ് പറയുന്നത്. ഇത് സെക്കൻഡ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡാണ് ജപ്പാനിൽ. സെക്കൻഡ് ഹയസ്റ്റ്. ഇതുവരെ ഇന്ത്യയിലേക്ക് ആകെ 5 പേർക്ക് ഇത് കിട്ടിയുള്ളൂ ഇത്ര കാലം. എനിക്ക് കിട്ടിയ വെച്ചാൽ ആരും കിട്ടിയിട്ട് തോന്നുന്നത് 2013 അത് കിട്ടി. വളരെ ചെറുക്കൻ്റെ കൊടുത്തുള്ളൂ. ഇല്ല, അവിടെ പോയി മേടിക്കണം. അവിടെ എംപററുടെ രാജ്യത്തിൽ പോയി മേടിക്കണം. അല്ലാതെ അവരെ അയക്കുന്നില്ല. ഇതാണ് TN ശേഷന്റെ സ്വന്തം. അത് മരിക്കുന്നതിന് മുമ്പേ സ്വാമിജിന്റെ ഇവിടെ മുത്തലമല സുനിൽദാസ് അദ്ദേഹം വലിയതായിരുന്നു. ആ സുനിൽദാസിന്റെ കയ്യിൽ കൊടുത്തത് നേരിട്ട് പോയി ശ്രീധരന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് മരിക്കുന്നതിന്റെ ഒരാഴ്ച മുമ്പ് കൊടുത്തത്. പിന്നെ പല മെഡലും ഉണ്ട്. എനിക്ക് 135 മേജർ അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. 130 പല ദിക്കും അതിൽ പല അവാർഡ്സ് കൂടെ ഉണ്ട്. ചിലത് മോളിലാണ്, ചിലത് ഇവിടെ കല്ലിപ്പറമ്പിലിരിക്കുന്നുണ്ട്. 135 പല അവാർഡ്സ് കിട്ടും. അതിന് പ്രധാനപ്പെട്ട എക്കണോമിക് ടൈംസ് അവാർഡ്സാണ് 3 പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. എക്കണോമിക് ടൈംസിന്റെ അവാർഡ്സ് 3. ഒരിക്കൽ കിട്ടിയത് എക്കണോമിക് ടൈംസില് ഞാനും അന്നത്തെ ഫിനാൻസ് മിനിസ്റ്റർ ചിദംബരം ഞങ്ങളാണ് ഷോർട്ട് ലിസ്റ്റിലായത്. എനിക്കാ കിട്ടിയത്, ചിദംബരത്തിന്റെ അല്ല കിട്ടിയത്. പൂവിന് 6 പൂവ് പ്രത്യേകിച്ച് ഡ്രസ് ഉണ്ടാവും ആർക്കും. അല്ലാണ്ട് എപ്പോഴേ കാണാൻ പറ്റില്ല. ഇപ്പൊ പ്രൈം മിനിസ്റ്ററിനെ പോയി കാണണമെങ്കിൽ ഈ ഡ്രസ്സിൽ പോകാൻ പാടില്ല. ആ ഡ്രസ് കൊടുക്കും. അപ്പൊ ഞാൻ അതൊക്കെ വാങ്ങാൻ കിട്ടും വാടകയ്ക്ക്.